മാവേലിക്കരയിൽ 5 പേരെ കടിച്ച തെരുവുനായയ്ക്ക് പേ വിഷബാധ. കഴിഞ്ഞ 22-നാണ് നായ 5 പേരെ കടിച്ചത്. കഴിഞ്ഞ ദിവസം നായ ചത്തിരുന്നു. രഘുനാഥ് നാരായൺ വിവരങ്ങൾ നൽകും. രഘു, ഈ 5 പേര് അന്ന് തന്നെ ചികിത്സ തേടിയിരുന്നു. എന്താണ് ഇവരുടെ നിലവിലത്തെ അവസ്ഥ? എന്താണ് ഇനി അടുത്ത നീക്കം? എങ്ങനെയാണ്? അക്ഷയ, കഴിഞ്ഞ ദിവസം തന്നെ നായ കടിച്ചതിന് പിന്നാലെ തന്നെ ഇവർ ചികിത്സ തേടുകയും പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുകയും ചെയ്തിരുന്നു. ആരുടെയും ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല. പക്ഷേ ഈ മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം മാവേലിക്കരയിൽ നിന്നല്ല, ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങൾ ഇന്നലെ നൂറനാടായിരുന്നു തെരുവുനായ ആക്രമണം ഉണ്ടായത്. ഒരു ദിവസം ഒരിടത്തെങ്കിലും തെരുവുനായകൾ ആളുകളെ കടിക്കുന്ന സ്ഥിതിയാണുള്ളത്. പലപ്പോഴും ആളുകളൊക്കെ വലിയ ആശങ്കയിലാണ്. ഒന്നാമത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഈ പേവിഷബാധയുടെ പ്രതിരോധ കുത്തിവെപ്പൊക്കെ എടുത്ത ശേഷവും ആളുകൾ മരിക്കുകയൊക്കെ സംഭവം ഉണ്ടായതിന്റെ ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. പക്ഷെ അപ്പോഴും ഈ നായയെ അല്ലെങ്കിൽ തെരുവുനായകളെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. കഴിഞ്ഞ 22-നാണ് മാവേലിക്കരയിൽ 5 പേരെ കടിച്ചത്. അതിന് മുൻപ്, അതായത് അതിന് ഏകദേശം ഒരു 2 ആഴ്ച മുൻപ് 30-ലധികം ആളുകളെ തെരുവുനായകൾ കടിച്ചിരുന്നു. എല്ലാവരും പ്രതിരോധ കുത്തിവെപ്പ് എടുത്തിട്ടുണ്ട്. ആർക്കും നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റേതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങളോ ഇല്ല. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ ആർക്കും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഒരു ആശ്വാസമാണ്.